ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് എനിക്ക് ഡിസിപ്ലിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് എന്തായിരിക്കും പറയാൻ പോകുന്നത്? ചേട്ടൻ നല്ലോണം മുടിയൊക്കെ വെട്ടി, നീറ്റായിട്ട് മുടി വെട്ടി, ചെറുതായിട്ട് മുടി വെട്ടി, ഷർട്ടൊക്കെ ഇൻഷർട്ട് ചെയ്ത് ടീച്ചർമാർ പറയുന്നതെല്ലാം കേൾക്കണം, അവരോട് എതിർത്തൊന്നും പറയാൻ പാടില്ല, അതെല്ലാം പറയുന്ന പോലെ അനുസരിച്ച് കറക്റ്റ് ടൈമിന് സ്കൂളിൽ ചെന്ന് കറക്റ്റ് ടൈമിന് ചോറ് കഴിച്ച് കറക്റ്റ് ടൈമിന് പറയുന്നതെല്ലാം കേട്ട് നടക്കുന്നതാണ് ശരിക്കുമുള്ള ഡിസിപ്ലിൻ. അതായിരിക്കും അവൻ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം. അതായത് മുടി ചെറുതാക്കി വെട്ടുക, നഖം കറക്റ്റായിട്ട് വെട്ടുക, കറക്റ്റ് ടൈമിന് സ്കൂളിൽ ചെല്ലുക, കറക്റ്റ് ടൈമിന് തിരിച്ചു വരിക, അവർ പറയുന്നതെല്ലാം കേൾക്കുക. നിനക്ക് യോജിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അവർ പറയുന്നതും കൂടെ തിരിച്ചൊന്നും പറയാതെ പറയുന്നതെല്ലാം അനുസരിക്കുക. അതാണ് നിന്നെ സംബന്ധിച്ച് അവർ പഠിപ്പിച്ചു തരുന്ന ഡിസിപ്ലിൻ. അല്ലെങ്കിൽ ആ ഒരു പയ്യനെ സംബന്ധിച്ച് അവരുടെ ലൈഫിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഡിസിപ്ലിൻ എന്താണെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണോ അതിൻ്റെ അർത്ഥം? അതായത് പറയുന്നതെല്ലാം അനുസരിച്ച് മുടിയും ചെറുതാക്കി വെട്ടി അവരെല്ലാവരും പറയുന്ന ആ ഒരു ഇതിന് അവർ വെച്ചേക്കുന്ന ആ റൂൾസ് അനുസരിച്ച് ജീവിക്കുന്നതാണോ നിൻ്റെ ഡിസിപ്ലിൻ? ഒരിക്കലുമല്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിന്നെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നിൻ്റെ ഈ പറയുന്ന നിൻ്റെ സ്കൂൾ സിസ്റ്റം. നിന്നെ എല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന എല്ലാ അറിവും നിനക്ക് കൊണ്ടേ തരുന്ന നിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതാണ് ഇവിടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഡിസിപ്ലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ കാര്യമേ ഉള്ളൂ. നിൻ്റെ ലൈഫിൽ നിൻ്റെ ഏറ്റവും വലിയൊരു ഗോള്, അതിപ്പോൾ എന്തുവാട്ടോ, നിനക്ക് പഠിച്ച ഡോക്ടറാണോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ, നിനക്ക് ഫുട്ബോൾ പ്ലെയർ ആണോ, അല്ലെങ്കിൽ നിനക്ക് ബിസിനസ്മാൻ ആണോ, നിനക്ക് കോടികൾ സമ്പാദിക്കണോ, എന്തുവാകാം. ആ ഒരു സാധനം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് നിൻ്റെ ലൈഫിൽ ബാക്കി നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി നീ ഡെയിലി ആ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. നീ ഡെയിലി ആ ഒരു വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നീ ഡിസിപ്ലിൻഡ് ആണ്. നീ മുടി വളർത്തുവാണോ, നിന്റെ മുടി ചുരുണ്ടാണോ ഇരിക്കുന്നത്, നിന്റെ മുടി നേരെയാണോ ഇരിക്കുന്നത്, നിന്റെ മുടി ചെറുതാണോ, നിന്റെ മുടി വലുതാണോ, നിന്റെ കയ്യിൽ നഖമുണ്ടോ, നിന്റെ കയ്യിൽ നഖമില്ല, നീ ഷർട്ട് ഇൻഷർട്ട് ചെയ്തോ, നീ ഷർട്ട് പുറത്തിട്ടോ, നിന്നെ കാണാൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇതൊന്നും മാറ്റർ ചെയ്യുന്ന കേസേ അല്ല. നീ ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് നിൻ്റെ രീതിയിൽ നിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്, നീ ആ ഒരു ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിട്ടേ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നീ ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും നിന്നെല്ലാം പഠിപ്പിച്ചു തരുമെന്ന് പറയുന്നത്? എല്ലാത്തിനും വേണ്ടി നിന്നെ എല്ലാ അറിവും കൊണ്ടേ തരുന്നത് നിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നിൻ്റെ ഡിസിപ്ലിൻ്റെ അർത്ഥം ആ ഒരു രീതിയിലാക്കി പഠിപ്പിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാരണം ഒരു സ്കൂളിൽ നിന്നെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു കുഞ്ഞിലെ തൊട്ട് വളർത്തിക്കൊണ്ട് വരുന്ന നല്ലൊരു എംപ്ലോയി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോഴത്തേക്കും കുറേ കേട്ട് ഇതായിട്ട് കുറേ എണ്ണം ചാടിക്കയറി വരും. എനിക്കറിയാം നീ പിള്ളേരെ വഴിതെറ്റിക്കാൻ നോക്കുക, നിനക്ക് വേണമെങ്കിൽ വേണ്ട, ബാക്കിയുള്ള പിള്ളേരെയും കൂടെ നശിപ്പിക്കാതെ. ഇതാണ് നിൻ്റെ റിയാലിറ്റി. ഇത് മനസ്സിലാക്കിയിട്ട് നിനക്ക് ആ ഒരു സാധനം വേണമെങ്കിൽ നീ ആ ഒരു പാത്ത് ചൂസ് ചെയ്ത് പോകും. നീ ഒരു സാധനത്തിലോട്ട് ചെന്ന് വീഴുമ്പോഴത്തേക്കും ഒന്നും അറിയാതെ ചെന്ന് കിടക്കേണ്ട സാധനം അല്ലത്. നിൻ്റെ ലൈഫ് നീ ജീവിക്കുമ്പോഴത്തേക്കും നീ എന്താണ് ചൂസ് ചെയ്യുന്നതെന്ന് നീ അറിഞ്ഞുകൊണ്ട് വേണം നീ ചൂസ് ചെയ്യാൻ. അതായത് ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് തല്ലായിരുന്നു വേണ്ട, എനിക്ക് അങ്ങനെ പോകണമായിരുന്നു, എനിക്ക് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലായിരുന്നു വേണ്ട, അത് ആലോചിച്ച് പിന്നെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പം നിനക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിന്നെ 100% ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അതായത് നീ ആ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്കും നിന്നെ ആ ഒരു സ്കൂളിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നത് നല്ലൊരു ജോലിക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിന്നെ അവിടെ വേറെ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. കാരണം നീ ഒരു നല്ല തൊഴിലാളിയാകണമെന്നുണ്ടെങ്കിൽ, നീ ഒരു നല്ല ജോലിക്കാരനാകണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പറയുന്നതെല്ലാം അനുസരിച്ച് കറക്റ്റ് ടൈമിന് ജോലിക്കില്ല, കറക്റ്റ് ടൈമിന് ചോറ് കഴിക്കുക, കറക്റ്റ് ടൈമിന് അവർ പറയുന്ന ഓർഡേഴ്സ് എല്ലാം അതേപടി തിരിച്ചൊന്നും മിണ്ടാണ്ട് എന്ന് കേട്ടനുസരിക്കുന്ന ഒരു അടിമേനാണ് അവർക്ക് വേണ്ട. എൻ്റെ ആ ഒരു സാധനമാണ് നിൻ്റെ സ്കൂളിൽ നിന്നെ പഠിപ്പിച്ചു തരുന്ന ഡിസിപ്ലിൻ. നിൻ്റെ ലൈഫിൽ നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്നും പറഞ്ഞ് നിന്നെ പഠിപ്പിച്ചു തരുന്ന ഡിസിപ്ലിൻ നിൻ്റെ സ്കൂളിൽ ഇതാണ്. കാരണം അവർക്ക് വേണ്ടത് നല്ലൊരു ജോലിക്കാരനെ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു തൊഴിലാളിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ്. അതായത് ഒരു മനുഷ്യനെ അവൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി, ഏറ്റവും വലിയ ആ ഒരു മൈൻഡ് സെറ്റിനെ ഈ ഒരു രീതിയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ, അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്നും പറഞ്ഞ് നിൻ്റെ മനസ്സിൽ കുഞ്ഞിലെ തൊട്ട് അടിച്ച് കയറ്റി വെച്ച് തരുന്നത്. അതിൻ്റെ ഒരുത്തൻ ആ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ട് അതാണ് ജീവിതം എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൻ അവസാനം എത്തിപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു വലിയ മുതലാളീൻ്റെ അടിയിൽ പണിയെടുത്ത് കൂലിയായിട്ട് കിടക്കുന്ന ഒരുത്തൻ മാത്രമായിട്ടാണ്. അവൻ ഒരിക്കലും അവൻ്റെ ലൈഫിൽ വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാൻ പോകുന്നില്ല. കാരണം അവൻ പഠിച്ചേക്കുന്നത് റൂൾസ് ഒബേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അനുസരണാശീലം അല്ലാതെ അവന് എങ്ങനെ ഓർഡേഴ്സ് കൊടുക്കണം, അവനെങ്ങനെ ഒരു സാധനം റൂൾ ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുക്കണമെന്ന്, ഒരു കൾട്ട് ബിൽഡ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധനം മൊത്തത്തിൽ ഇത് മേളിൽ നിന്ന് നയിക്കണമെന്നുള്ളതിനെ പറ്റി, മേളിൽ നിന്ന് ആ ഒരു ഓർഡേഴ്സ് കൊടുക്കണമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകാൻ പോകുന്നില്ല. ആൻഡ് ആ ഒരു സാധനം ആണ് നിനക്ക് വേണ്ട. അതായത് നിനക്ക് ആ ഒരു തൊഴിലാളിയായിട്ടാണ് ജീവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ
നീ ആ ഒരു പാത്ത് ചൂസ് ചെയ്ത് നോക്കൂ. നിന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതാണ്, നിന്റെ കുഞ്ഞിലോട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതല്ല, നിനക്ക് ആ ഒരു സാധനം വേണ്ടെന്നാണെങ്കിൽ നിന്റെ സ്കൂളിൽ പഠിക്കുന്നതാണ് ഡിസിപ്ലിൻ എന്നും പറഞ്ഞിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല അവിടെ. അത് വെറും വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിന്റെ സ്കൂളിൽ ഡിസിപ്ലിൻ എന്നും പറഞ്ഞ് നിന്നെ പഠിപ്പിച്ചു തരുന്നത് ജസ്റ്റ് ആ ഒരു ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുക, അനുസരണയുള്ളൊരു കൂലിയായിട്ട് കിടക്കാൻ വേണ്ടിയുള്ളൊരു സാധനം മാത്രമാണ്. അത് മനസ്സിലാക്ക്. ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം കുറേ ആണെങ്കിലും പിടിക്കാൻ പോകുന്നത്. കാരണം നിന്റെ ചുറ്റും നീ കാണുന്ന 99% ആൾക്കാരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇതിൽ ട്രാപ്ഡ് ആയി കിടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും. അതായത് അവർക്ക് നീ ആ ഒരു സിസ്റ്റത്തിൻ്റെ എതിരെ ചിന്തിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാണുമ്പം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നീ നശിക്കാൻ പോകുന്നവനാണെന്നായിരിക്കും അവർ കാണിക്കാൻ പോകുന്നത്, അവർ പറയാൻ പോകുന്നത്. പക്ഷെ അതല്ല റിയാലിറ്റി. നീ ആ ഒരു സിസ്റ്റത്തിനെ പുറത്തിറങ്ങി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നീ അതിന് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിനക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ ഉള്ളത് നിൻ്റെ ഫ്രണ്ടിൽ. ഒന്നെങ്കിൽ നീ നിൻ്റെ ചുറ്റുമുള്ള എല്ലാവരെക്കാളും മേളിൽ ചെന്ന് നിൽക്കും, അല്ലെന്നാണെങ്കിൽ നീ കംപ്ലീറ്റ് ആയിട്ട് നശിക്കാൻ പോവുക. and ഇതിൻ്റെ ഇടയിൽ കിടന്നുണ്ടാക്കാനുള്ളൊരു സാധനമാണ് നിൻ്റെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു വിടുന്ന സാധനം. സോ ഈ ഒരു കേസിൽ നീ ആ ഒരു സിസ്റ്റം ബ്രേക്ക് ചെയ്ത് അതിൻ്റെ പുറത്തു പോയി എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു പെർഫെക്റ്റ് പ്ലാനോടെ എല്ലാവരും വെറുപ്പിക്കാൻ റെഡിയായിട്ട് നീ ഇറങ്ങും. പക്ഷെ അല്ല, നിനക്ക് എല്ലാവരും സന്തോഷിപ്പിച്ച് എല്ലാവരും പറയുന്നത് കേട്ട് അതാണ് ലൈഫെന്നും പറഞ്ഞാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ബാക്കി 99% ആൾക്കാരും ജീവിക്കുന്ന ആ ഒരു എച്ചാരി സെയിം ലൈഫ് സ്റ്റൈൽ നിൻ്റെ ഫ്രണ്ടിലുണ്ട്. എല്ലാവരുടെയും ഫ്രണ്ടിൽ നീ ചിലപ്പോൾ എന്താണ്ട് ഒക്കെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. പക്ഷെ നിൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു റിയലൈസേഷൻ നിനക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് നീ ആ ഒരു 9 to 5 ലൈഫ് നിനക്ക് വേണ്ടാനിട്ടും കൂടെ അത് ചൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൻ്റെ ലൈഫിൽ നീ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പോകുന്നില്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. നിൻ്റെ ഡിസിപ്ലിൻ എന്താണെന്നും നിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും വേറെ പുറത്തുനിന്ന് ഒരുത്തം പറഞ്ഞിട്ടല്ല നീ ഉണ്ടാക്കേണ്ടത്. നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ സാധനം, അതായത് എനിക്ക് ഈ സാധനമാണ് വേണ്ടത്, ഇതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി നീ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ ആ സാധനം അച്ചീവ് ചെയ്തിരിക്കും. എൻ്റെ ആ ഒരു സാധനം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നീയാണ്. നിൻ്റെ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും നിൻ്റെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. സോ അത് മനസ്സിലാക്ക്. നിൻ്റെ ലൈഫ് നിനക്ക് വേണ്ട ആ ഒരു രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കും, നിനക്ക് വേണ്ട ആ ഒരു രീതിയിൽ ജീവിക്കുക. അല്ല വേറൊരുത്തം പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളൊരു സാധനം അല്ല നിൻ്റെ ജീവിതം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.